നിങ്ങൾ ഇപ്പോഴാ കണ്ടതാണ് അതിൻ്റെ സെൽഫി പോർട്രേറ്റും സെൽഫി ഫോട്ടോസും. കാരണം നമ്മൾ അത്രയും നീട്ടി വെച്ചാൽ എടുക്കാൻ പറ്റും, അത്ര വൈഡേ ഉള്ളൂ ഈ സാധനം. പിന്നെ അതായത് വിവിഡ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഇതെന്തിരി ജപ്പാനാ? അല്ല, 2x എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ക്ലോസും കൂടെ നമുക്ക് 2x എടുക്കാം. ബാ, ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയെന്നോ ഒരു 5 ആനല്ല സൂര്യ നിൽക്കും പോലെ നിൽക്കാം. സ്ട്രോങ് നില്ല്. ഹായ് ഐസ് ഗൈസ്. അപ്പോൾ നത്തിങ് ഫോൺ 1, അതായത് നമ്മളെ മെയിൻ നത്തിങ് ഫോണല്ല, CMF ബൈ നത്തിങ് ഫോൺ 1. അതായത് CMF ഫോൺ 1 എന്നാണ്ടേ പറയണം. CMF ബൈ നത്തിങ് എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫോൺ 1 എന്നൊന്നും എഴുതിയിട്ടില്ല. ഇതാണ് ആ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പഴയ കുളത്തിൻ്റെ അവിടെ തന്നെ വന്നിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുളത്തിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പായലൊക്കെ നല്ലപോലെ തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് എത്ര ക്ലീൻ ആക്കിയാലും ഈ പായൽ വരത്തില്ല, കാരണം ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഊറ്റ് നല്ലപോലെ വരുന്നത്. അപ്പം ക്ലീൻ ആക്കിയാൽ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കുടിവെള്ളം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ അതുകൊണ്ടായിരിക്കും ഈ കുളം അങ്ങനെ വലുതായിട്ട് ക്ലീൻ ആക്കാത്തത്. എപ്പോഴെങ്കിലും ക്ലീൻ ആക്കും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഈ ഒരു പായൽ തിരിച്ചു വരും. എന്തുകൊണ്ട് പറഞ്ഞാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഒരു നോർമൽ യൂസിന് വേണ്ടി എടുക്കുന്നത്, അതായത് ഒരു പ്യുവർ ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് ബ്ലോഡ് വേസോ ആഡ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ, വലിയ ഹാങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഇതെടുത്താൽ ക്യാമറ എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കുറച്ച് പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം, ഹ്യൂമൻ സബ്ജക്റ്റിനെ എടുക്കാം, അതുപോലെ തന്നെ ചെടി പൂവൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ സ്ഥിരം കണ്ട് ബോർ അടിച്ചെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഗൈസ്, നമുക്ക് ലൊക്കേഷൻ മാറ്റാം. ഗൈസ് സമയം 2:46. ചാർജ് വന്നിട്ട് 96% ഉണ്ട്. അപ്പോൾ നമ്മൾ ചാർജ് എത്രത്തോളം ഡ്രെയിൻ ആവുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നോക്കാം. ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രൈറ്റ്നസ് ആണ്. ഇതിൻ്റെ വോയിസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഒറ്റ കയ്യിൽ വെച്ച് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ചെയ്തതിന് ശേഷം ക്യാമറ ഓൺ ആക്കുക. നമ്മൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോയ്ക്കകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്ലോ മോഷൻ, നിങ്ങളിപ്പം ആ ഒരു ബൈക്കിൽ പോകുന്ന സ്ലോ മോഷൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ CMF ഫോൺ 1-ൽ നിന്ന് റെക്കോർഡ് ചെയ്ത 1080p 120 fps ഒരു വീഡിയോ ആണ്. നമുക്ക് സ്ലോ മോഷൻ 240 fps പറ്റത്തില്ല, 120 fps മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 1x-ൽ നിന്നും 2x-ലോട്ട് നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാനും പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. വീഡിയോ ഒന്നും അത്ര പിരിന്ന് പോയിട്ടുള്ളയോ അല്ലെങ്കിൽ ക്വാളിറ്റി ലോസ് ആവുകയോ അങ്ങനെയൊന്നുമില്ല. ഈ കാണുന്നതാണ് ആ ഒരു 1x-ൻ്റെ വീഡിയോ. ഇനി 2x-ഉം കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ റെക്കോർഡ് ചെയ്യുന്നതും 120 fps 1x-ൽ തന്നെയാണ്. ഇതെന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് പറഞ്ഞാൽ 2x-ലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം 2x-ലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് 2x-ലോട്ട് പോയിട്ടുണ്ട്. വേറെ ഫ്രെയിം പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷനും നല്ലൊരു വീഡിയോ ക്വാളിറ്റിയും തന്നെയാണ് 2x-ൽ നമുക്ക് കിട്ടുന്നത്. അത് മെയിൻ ക്യാമറ ജസ്റ്റ് സൂം ഇൻ ആയിട്ട് പോയതാണ്. പക്ഷേ സ്ലോ മോഷനിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതിനുശേഷം നമുക്കിതാ വീഡിയോ മോഡിൽ പോകാം. വീഡിയോ മോഡിൽ നമുക്ക് എന്തൊക്കെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1080p 30 ആൻഡ് 1080p 60 ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 4K 30 റെക്കോർഡ് ചെയ്യാം, 60 റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് 4K 30 തന്നെ റെക്കോർഡ് ചെയ്യാം. നമുക്ക് അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 1x 2x ഉള്ളൂ. മെയിൻ ക്യാമറ ആയ 1x-ൽ നിന്നും സ്വിച്ച് ചെയ്തിട്ട് 2x-ലോട്ട് പോകണമല്ല. അതാ ഈ മെയിൻ ക്യാമറ അടിയിരിക്കണ ഈ മെയിൻ ക്യാമറ ഉണ്ടല്ലോ, ഈ മെയിൻ ക്യാമറയിൽ തന്നെ സൂം ഇൻ ആയിട്ട് തന്നെ 2x-ൽ പോകണമെന്ന്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഡെപ്ത് സെൻസറാണ്. അത് ക്യാമറ ആയിട്ട് നിങ്ങൾ കൂട്ടുകയൊന്നും വേണ്ട. പോർട്രേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആവാനും ഈ ബൊക്കെയൊക്കെ പക്ക കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ക്യാമറ മാത്രമാണത്. അപ്പോൾ ഈ ഒരു മെയിൻ ക്യാമറ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് അതിലൊരു വ്ളോഗ് പരിപാടി ചെയ്തു നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് CMF ഫോൺ 1-ൽ 4K 30 fps ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് HDR-ൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്ഷൻ മോഡ് ഓണാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആക്ഷൻ മോഡ് ഓണാക്കിയാലും HDR ഓണാക്കി വെച്ച് റെക്കോർഡ് ചെയ്താലും നിങ്ങൾക്ക് 1080p 30 മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടോമാർ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണമുണ്ട്. അപ്പം ആ ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങൾ നോക്കിയാൽ മതി. 30 fps ആണ്. 30 fps ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഫുട്ടേജൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 4K 30 fps എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കളർ കാര്യങ്ങൾ നോക്കിയാൽ സൺലൈറ്റ് എവിടെയാണ് സൂര്യൻ പൊയ്യാ അരേ ഹിതറേ. അപ്പോൾ ഇവിടെ നിന്നാണ് സൂര്യൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് നമുക്കിനി 1080p 60 കാണിച്ചു തരാം. നമ്മൾ 1080p 60 മാത്രം ഫോക്കസ് ചെയ്താൽ മതി. വ്ളോഗ് പർപ്പസിന് നിങ്ങളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പം 4K റെക്കോർഡ് ചെയ്തപ്പോൾ ചൂട് കാര്യങ്ങളൊന്നുമില്ല. അത് എന്നെ സർപ്രൈസ് ചെയ്യിച്ചൊരു കാര്യമാണ് ചൂടില്ലാത്തതെന്ന് പറഞ്ഞാൽ. കാരണം പ്ലാസ്റ്റിക് ബാക്കാണ്, കുറച്ച് ബാക്കിലോട്ടാണ് ഇതിൻ്റെ കേസിൽ നിന്ന് ടച്ചായല്ലേ, അതായത് ഈ ഫോണിൻ്റെ ഫ്രെയിമിലൊന്നും ടച്ചായല്ല ഇതിൻ്റെ കേസ് നിൽക്കുന്നത് കൊണ്ട് ചൂടടിക്കാൻ ഇച്ചിരി താമസം എടുക്കുന്നതായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇതുണ്ടാക്കുന്നില്ല ഈ ഫോൺ. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മൈക്ക് ക്വാളിറ്റി നോക്കിയത്. നത്തിങ് 2A-ൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മൈക്ക് ക്വാളിറ്റിയെ ഇതിൻ്റെ മൈക്കിന് ഉള്ളൂ. എന്തായാലും നമുക്കിനി 1080p നോക്കാം. HDR-ഉം ആക്ഷൻ മോഡും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കതൊരു ഷോർട്ട്സ് ആയിട്ട് ഇടാം, ഷേക്ക് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ HDR ഉള്ള സംഭവമായിട്ട് ഇടാൻ പറ്റും കേട്ടോ.
ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ബാക്ക് ക്യാമറ, അതായത് മെയിൻ ക്യാമറയിൽ 1080p 60 FPS ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തത് തിരിച്ച് വെച്ചാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഫുട്ടേജ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രൈറ്ററായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കണം എൻ്റെ ഫേസിൽ. ഇപ്പോൾ ഫോക്കസ് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രൈറ്റർ കുറഞ്ഞ് എൻ്റെ ഫേസിൽ ഇപ്പം കിട്ടുന്ന സൺലൈറ്റിനനുസരിച്ചുള്ള വെട്ടമാണോ കിട്ടുന്നതെന്ന് നോക്കിയത്. കാരണം അത് ഓട്ടോമാറ്റിക്കലി മറ്റേ 4K വീഡിയോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ അഡ്ജസ്റ്റ് ആവുന്നില്ല. അതായത് നമ്മളിങ്ങനെയൊക്കെ തിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വെട്ടം അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയത്. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാണ് 1080p 60 ബാക്ക് കാര്യങ്ങൾ, അതായത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പോഷർ മാത്രമാണോ തരുന്നത്, അല്ലെങ്കിൽ ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ ഏതാണ് എക്സ്പോഷർ, അങ്ങനെ തന്നെയാണോ നിൽക്കുന്നതെന്ന് ഉള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു ജസ്റ്റ് സൂം ചെയ്യാം. സൂം ചെയ്യുമ്പം നമുക്ക് 10x വരെ സൂം പോവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതിലൊന്നും 10x ഒന്നും സൂം ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ബാക്കി ലാഗ് കാര്യങ്ങൾ ഹാങ് ഒന്നുമില്ല. നമുക്ക് സ്വിച്ച് ചെയ്ത് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ സ്വിച്ച് ആവും 55mm. അത് നിന്ന് തിരിച്ച് 26mm പോയിട്ടുണ്ട്. 1x മാക്സിമം സൂം അപ്പ് ടു 10x ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നിങ്ങൾ നടക്കുമ്പോൾ ഒരു സ്റ്റെബിലൈസേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. വലുതായിട്ട് കുലുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ഒരു നടത്തമാണ്. 1x മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൈ നല്ലപോലെ വേദനയ്ക്ക് നീട്ടി ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങളൊരു ട്രൈപോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു 1080p 60 FPS. എന്തായാലും 30 FPS നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു 1080p 60 വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ ക്യാപ് കട്ടിലെല്ലാം കയറ്റിയിട്ടിട്ട് എഡിറ്റ് ചെയ്ത് കുറച്ച് സ്പീഡ് കുറച്ചിട്ട് അതിൽ ബെറ്റർ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന സ്ലോ മോഷനേക്കാളും ബെറ്റർ സ്ലോ മോഷൻ കിട്ടും. അതൊരു ടിപ്പാണ്. നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം ഈവൻ ഐഫോണിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, സ്ലോ മോഷനിൽ റെക്കോർഡ് ചെയ്യാറില്ല. 4K 60 എടുത്തതിന് ശേഷം ഞാൻ സ്ലോ ആക്കാറാണ് പതിവ്. അത് ചെയ്താൽ കുറച്ച് ബെറ്റർ ക്വാളിറ്റി വീഡിയോ കിട്ടും. അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതാണ് ഗൈസ് അതിൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ കൂടെ നോക്കാം. ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS ഫ്രണ്ട് ക്യാമറയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ഫേസിൽ തൊടുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ തൊടുന്നു. ഫേസിൽ തൊട്ടിട്ട് എക്സ്പോഷർ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര എക്സ്പോഷർ മതി എനിക്ക്. പക്ഷേ എനിക്ക് എക്സ്പോഷർ കൂടുതലാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഞാൻ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 1080p കണ്ട എക്സ്പോഷർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ജസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ ഫേസിന് ഇത്രയും മതി. ബട്ട് കൂടുതലായിട്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ലോങ് പ്രസ് നോക്കിയാൽ നമുക്ക് AF ലോക്കാവും. കുറച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ ഫേസിൽ എത്ര വട്ടം അടിച്ചാലും ഞാൻ അവിടെ വെച്ച് ലോക്ക് ചെയ്ത ആ ഒരു ലൈറ്റ് മാത്രമേ എൻ്റെ ഫേസിൽ കിട്ടത്തുള്ളൂ. ഞാനിപ്പം ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത്, ഞാനിപ്പം സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നു. നമുക്ക് ഈ ഒരു ബാക്ക് ക്യാമറ അൾട്രാ വൈഡ് ഇല്ലാത്തത് കൊണ്ടും ഫ്രണ്ട് ക്യാമറ ഇത്രയും വൈഡ് ഉള്ളതുകൊണ്ട് 26-നകത്തെ വൈഡ് ഉള്ളൂ, അത്രയും ഉള്ളതുകൊണ്ടും നമുക്ക് എന്തായാലും കൈ വേദനയ്ക്ക് നീട്ടി വെച്ച് ഫോൺ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ കൈ വേദനിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി AF ലോക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇതാണ് ആ ഒരു ബ്രൈറ്ററായിട്ടുള്ളൊരു ഫുട്ടേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്യാവശ്യം കൊള്ളാടെ, കുഴപ്പമില്ല. ഫ്രണ്ട് ക്യാമറ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായി. എന്തായാലും കൊള്ളാടെ. അപ്പം ഫ്രണ്ട് ക്യാമറയിലൊക്കെ വീഡിയോ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാടെ, കുഴപ്പമില്ല. ആ ഫ്രണ്ട് ക്യാമറ കൊള്ളാടെ. ഞാൻ മരുത്തുകൊണ്ടൊക്കെ കാണിച്ചു നോക്കാം. ഫ്രണ്ട് ക്യാമറ എങ്ങനെ ഉണ്ടായിരിക്കും? 1080p 60 കൊള്ളാല്ലേ? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. ബാക്ക് ക്യാമറ 1080p 60 ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 16 MP കേട്ടോ ഫ്രണ്ട് ക്യാമറ. ഓ യശമാനെ എങ്ങനെയുണ്ട് യശമാനെ ഫ്രണ്ട് ക്യാമറ? ഫ്രണ്ട് ക്യാമറ കുഴപ്പമില്ല. വേറെ അത്യാവശ്യം നല്ല ഒരു നീ കയറി അതിനകത്ത്. പക്ഷെ എൻ്റെ ഇവൻ്റെ കുറച്ച് പോർട്രേറ്റ് വീഡിയോ പോർട്രേറ്റ് ഫോട്ടോ എടുത്താൽ പോർട്രേറ്റ് വീഡിയോ പരിപാടിയൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് പോർട്രേറ്റ് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അതിനാണ് ആശ വന്നത് കേട്ടോ. അപ്പോൾ പോർട്രേറ്റിലോട്ട് പോവാം. പോർട്രേറ്റ് നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമുക്ക് എത്ര ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആസ്പെക്ട് റേഷ്യോ നമുക്ക് 4:3, 16:9, അതുപോലെ തന്നെ ഫുള്ളിലിടാം, 1:1 ഇടാം. അതുപോലെ തന്നെ അപ്പർച്ചർ വാല്യൂ നമുക്ക് 1.0 മുതൽ 16 വരെ ഫ്രണ്ട് ക്യാമറയിലിടാം. ബാക്ക് ക്യാമറയിലാണെങ്കിൽ 0.95 മുതൽ 16 വരെ കൊണ്ടുപോകാം. 16 ഇട്ടാൽ നോർമൽ ഫോട്ടോയാവും. 0.95 എന്ന് പറഞ്ഞാൽ ഒരു അത്രയും പക്ക ബൊക്കെ ആയിരിക്കും. ആ പക്ക ബൊക്കെയൊക്കെ ഇതിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാടെ. നമുക്കിതാ ബാക്ക് ക്യാമറയിൽ ഇവിടെ ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ബ്യൂട്ടി സംഭവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ റീടച്ചിങ് ഉണ്ടല്ലോ, ഈ റീടച്ചിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റീടച്ചിങ് ഓഫാണ്. ഇതിപ്പോൾ നമുക്ക് നാച്ചുറൽ ഇടാം, സ്ട്രോങ് ഇടാം. ഈ സ്ട്രോങ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മോക്കുരുവൊക്കെ അവിടെ നിന്നിട്ട് പറയും, അണ്ണ എന്നെയും കൂടെ ഒന്ന് കാണിരണ്ണ ഫോട്ടോയിൽ എന്ന് പറയും. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇതിൽ. ആ ഒരു റീടച്ചിങ് സ്ട്രോങ് ഇട്ടതാ. ഇത് കണ്ട എൻ്റെ ഫേസിൽ കണ്ട, എൻ്റെ ഇവിടെ ഒരു കുരു ഉണ്ട്. ആ കുരു വരെ പൗഡർ ഇട്ട് കുട്ടപ്പനായിട്ടിരിക്കുന്നു. കണ്ട ചെറിയൊരു കുരുവേ ഉള്ളൂ. അപ്പം നമുക്ക് അതുകൂടെ നോക്കാം. എൻ്റെ അമ്മച്ചി ഇതെന്തിരി, ഞാൻ മറ്റേ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു. നമുക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാം. ഓക്കെ.
ഗൈസ് അപ്പോൾ നമ്മൾ പോർട്രേറ്റാണ് എടുക്കാൻ പോകുന്നത്. പോർട്രേറ്റ് നമ്മൾ ആദ്യം ബ്യൂട്ടിയൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ അപ്പർച്ചർ വാല്യൂ നമുക്കത് ഏറ്റവും കുറച്ചിട്ടിട്ട് എടുത്തു നോക്കാം. 1x കുറച്ചിട്ടപ്പോൾ ഇല്ല, 1x അല്ല, അവിടെ 2xൻ്റെ ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് ഒരെണ്ണം എടുക്കട്ടെ. ഇങ്ങോട്ട് നോക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഒരു ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഒരുമാതിരി ഇപ്പോൾ ഇരിക്കുകയാണ്. ഫോട്ടോ പ്രോസസ്സായി വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സാധനം കൊള്ളാം, പക്ഷേ 0.95 ഒന്നും വേണ്ട. അതിൻ്റെ ബൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഇട്ടത്. ഫോട്ടോ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇനി ഈ ലൈറ്റിനും അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയ്ക്കും കറക്റ്റ് എത്ര വേണമെന്നുള്ളത് വെച്ചിട്ട് ഇടാം. അതൊക്കെ ഒരു ഇതാണ്. നമുക്കൊരു 5.6 അത് മതി. ഇതിന് 5.6ൻ്റെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് ഒരെണ്ണം ഞാൻ തൊട്ടിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സിങ് ആയിരിക്കും 1 സെക്കൻഡ് എടുത്തപ്പോൾ തന്നെ ആ ഒരു ഫോട്ടോ ഇതാ ഒരു 5.6 ഇട്ടപ്പം ആ ഒരു പോർട്രേറ്റ് ഫോട്ടോ ഇതാ ഈ ക്വാളിറ്റിയിൽ വരും. അത്യാവശ്യം കൊള്ളാടായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്യൂട്ടി ഒന്ന് ഓണാക്കിയിട്ടിട്ട് സെയിമിൽ എടുത്ത് നോക്കാം. നാച്ചുറലാണ് നമ്മൾ എടുക്കുന്ന ബ്യൂട്ടി ഓണാക്കിയിട്ടിട്ട് ഇതാ ടാപ്പ് ചെയ്ത് അനങ്ങിയ ഇപ്പം ഞാൻ പിടിച്ച് വെള്ളത്തിൽ തള്ളും. ഇതാ ഇങ്ങനെ എടുക്കുന്നു. ഇതാ പ്രോസസ്സിങ് കാണിക്കുന്നു. ബ്യൂട്ടി ഇട്ടപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുണ്ട് ആ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ. ബ്രൈറ്ററാണ്. നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്കിതാ സ്ട്രോങ്ങിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിന്നോ. അങ്ങനെ വെച്ചിട്ട് നമ്മളിതാ സ്ട്രോങ്ങിലൊരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്ത് പ്രോസസ്സിങ് ആവാം. 1, 2 ആ ഒരു 2 സെക്കൻഡ് സ്ട്രോങ് ഇട്ടിട്ടുണ്ട്. സ്ട്രോങ് ഇട്ടപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു പിടുത്തം. അതൊന്നും ഒരു പിടുത്തമേ അല്ലടേ. എന്നാലും ആ ഫുട്ടേജ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ആ മെയിൻ ക്യാമറ തന്നെ നമുക്ക് 2x സ്വിച്ച് ആക്കിയിട്ട് നമുക്ക് ആ ഒരു നോർമലിൽ ഒരു ഫോട്ടോ എടുക്കാം. അപ്പുറത്തെ വാല്യൂ നേരത്തെ സെറ്റ് ചെയ്യുന്ന 5.6 ആണ്. ഇതാ ഒരു ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് ബ്യൂട്ടി നാച്ചുറൽ ഇട്ടിട്ട് ഇതാ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നു. ഇന്ന് കുറേ ഫോട്ടോ കിട്ടുമല്ലോടേ. ഇനി സ്ട്രോങ്ങിലിട്ടിട്ട് ഇതാ ഒരു ഫോട്ടോ എടുക്കുന്നു. എന്താ ഇതാണ് ആ സ്ട്രോങ്ങിലിട്ട ഫോട്ടോ. എടാ മോനെ എന്തൊരു സാധനം ഇടയത്, ജിങ്ങാങ്കിളി സാധനം ഇടാ. നീ ഇന്ന് ലൈക്കുകൾ നീ വാരി കൂട്ടും. ഇതാ ഇത് ചെല്ലപ്പയല്ലേ. ഇത് സ്ട്രോങ്ങിലിട്ട 2x, ഇത് നോർമലിട്ട 2x. ഇവിടെ നോർമലിട്ട സ്ട്രോങ്ങിലിട്ട പൊളിയാട്ടാ. ഇതാ ഇത് സാധാ 2x അല്ലേ, നമ്മളെ സാധാ 2x. ഇത് 2x എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ക്ലോസും കൂടെ നമുക്ക് 2x എടുക്കാം. ബാ ഒരു 5 ആണല്ലോ സൂര്യ നിൽക്കുമ്പോൾ നിൽക്കാം. ഇങ്ങനെ വെച്ചിട്ട് സ്ട്രോങ് നില്ലേ. ഓ സൂര്യ തന്നെ. ഫോൺ കൊള്ളാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ സൂം ഔട്ടൊക്കെ ചെയ്യാം. ഇപ്പോഴത്തെ 15 Pro സീരീസ് അല്ലെ 15 സീരീസ് മുതലുള്ളതാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ സംഭവമൊക്കെ ഇതിലുണ്ട്. 0.95 ഇടാം. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എടുത്ത് ശീലിക്കണം. ഇങ്ങനെയൊക്കെ എടുത്ത് ശീലിച്ചാൽ താണ്ട ഇങ്ങനത്തെ ഫോട്ടോകളൊക്കെ കിട്ടും. ഇവിടെ എന്തോ തെറിച്ചിരിക്കണം മുഖത്ത്. അത് നമുക്ക് മാറ്റാം. അത് നമുക്ക് മാറ്റാം ഗൈസ്. ഇതിന് സെൽഫി കൂടെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, സെൽഫി പോർട്രേറ്റ് കാണിച്ചു തന്നിട്ട് നോർമൽ ഫോട്ടോസിലോട്ട് പോവാം. ഈ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് ഫോട്ടോ എടുത്തതാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഫോക്കസ് ഓട്ടോമാറ്റിക്കലി തന്നെ കൊടുത്തിട്ടുണ്ട്. ചില ഫോണുകളൊന്നും അങ്ങനെ ഓട്ടോമാറ്റിക്കലി കൊടുക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ഉണ്ടാ നിങ്ങൾക്ക് എന്തായാലും മനസ്സിൽ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ഫോട്ടോ വീഡിയോ കാര്യങ്ങൾ. നമുക്ക് വേണമെങ്കിൽ മോറിൽ പോയാൽ ടൈം ലാപ്സും പാനോരമയും എക്സ്പേർട്ടിലെടുക്കുക. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ പ്രോയാണ്. നിങ്ങൾ എടുത്ത് പഠിക്കാനായിട്ട് ഇതാ ഈ പ്രോയൊക്കെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് പഠിക്കാം. നിങ്ങൾക്ക് എങ്ങനെ ISO അഡ്ജസ്റ്റ് ചെയ്യാം, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ഫോക്കസ് ഓട്ടോമാറ്റിക്കലി മാനുവലി കൊടുക്കാൻ പറ്റും. അതിനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ വെച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും റെക്കോർഡ് ചെയ്തപ്പോൾ ഇതാ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 89 ആണ്. 96 ആയിരുന്നു, 89% 2.25 ഇപ്പം 3.4 ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാം കൂടെ ഇട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ആ ഒരു ചാർജ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആ ഒരു 7% ചാർജ് ഇറങ്ങിയിട്ടുള്ളത്. 96 96 89 7 ഇപ്പോൾ 7% ചാർജ് കുറഞ്ഞിട്ടുള്ള ഗൈസ്. അപ്പോൾ നമുക്കിനി നൈറ്റ് വീഡിയോഗ്രാഫി നൈറ്റ് ഫോട്ടോഗ്രാഫിയും കൂടെ കാണാം. ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS രാത്രിയാണ്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമുണ്ട്. ഇതിലും രാത്രിയായിട്ട് അതല്ലെങ്കിൽ ലൈറ്റൊന്നും ഇല്ലാതെയൊന്നും എടുക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പം രാത്രി നല്ല ഡീപ്പ് രാത്രിയിൽ ഒരു വെട്ടം ഇല്ലാതെയൊക്കെ എടുത്താൽ അത്രയും ക്വാളിറ്റിയെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അതാണ് ഞാൻ ഇങ്ങനെ സൈഡിൽ കയറി നിൽക്കുന്നത്. നമ്മളിപ്പം ബാർബിക്യൂ സ്പേസ് ഇട്ടൊരു മന്തി കഴിക്കാൻ കയറിയതാണ്. രാത്രി 11 മണി അടുപ്പിച്ചാവാറായി. ഇതാണ് ആ ഒരു ക്വാളിറ്റി. അപ്പോൾ 4K ഒന്നും വേണ്ടല്ലോ. ഇനി ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഗൈസ് 1080p 60 ഫ്രണ്ട് ക്യാമറ. ഇതാണ് ക്വാളിറ്റി. ഈ ലൈറ്റ് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ പുറത്ത് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു നൈറ്റ് വിഷ്വൽ എന്ന് പറഞ്ഞാൽ. വെളിയിലിറങ്ങാത്തത് മഴ പെയ്യാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് കോട്ടയം ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ മഴയുണ്ട്. അപ്പം നേരത്തെ മഴ ചെറുതായിട്ട് തോന്നുന്നു നിൽക്കുന്ന സമയത്ത് വീട്ടിൽ കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് മതിയല്ലോ, ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ശരി ഗൈസ്. ഈ കാണുന്നത് ഇൻഡോർ ലൈറ്റിലെടുത്തൊരു ഫോട്ടോയും ഇത് ഔട്ട്ഡോർ ലൈറ്റിലെടുത്തൊരു ഫോട്ടോയാണ് ഗൈസ്. ഇതും ഔട്ട്ഡോർ ലൈറ്റിൽ 1x എടുത്തൊരു ഫോട്ടോയാണ്. ഈ കാണുന്നത് 2x എടുത്തൊരു ഔട്ട്ഡോർ ഫോട്ടോയാണ്. ഇനിയും കുറച്ച് സെൽഫി ഫോട്ടോസും കൂടെ കാണിച്ചു തരാം. ഇത് സെൽഫി നോർമൽ ഫോട്ടോയും ഇത് സെൽഫി പോർട്രേറ്റ് ഫോട്ടോയാണ്. ഇതും പോർട്രേറ്റ് 1x ഒരു ഫോട്ടോയാണ്.
അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മെയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ CMF ഫോൺ 1 ചൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ അണ്ടർ 20K നിങ്ങൾക്കൊരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിട്ടും, അതുപോലെ തന്നെ മാന്യമായിട്ടൊരു ക്യാമറയും കിട്ടും. ഇപ്പോൾ 6GB 128 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോസ്റ്റ് കുറഞ്ഞ് നിൽക്കും. ഒരു 256 മെമ്മറി കാർഡ് ക്ലാസ് 10 ഒക്കെ വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ അതിനകത്ത് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളും ബാക്കി റണ്ണിങ് പരിപാടിയെല്ലാം ഇതിനകത്തുള്ള ഇൻറ്റേർണലിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഗെയിമിങ് പരിപാടിയും കൂടെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8GB വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. 256 എടുക്കാതിരിക്കുകയാണ്, കാരണം രണ്ടിൻ്റെ UFS ഒന്ന് തന്നെയാണ്. പിന്നെ 256 128 രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മെമ്മറി കാർഡ് നിങ്ങൾ നല്ലതൊക്കെ ഒരെണ്ണം വാങ്ങിച്ചിട്ടാൽ നിങ്ങൾക്ക് ഇത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ 2 കാര്യം. ഒന്ന്, പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വേറെ രീതിക്ക് ചിന്തിച്ചാൽ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളിൽ പോർട്രേറ്റ് വീഡിയോ ഒന്നും അത്ര സുഖമുള്ള കേസും അല്ല. ഒരു 30 FPS വീഡിയോ അത്ര നല്ലതായിരിക്കത്തില്ല. എന്തായാലും പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ മെനക്കെട്ടിരുന്ന് എടുത്താലേ ഒരു പോർട്രേറ്റ് വീഡിയോ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് ക്യാമറ ഇല്ല. അത് ഒരു പോരായ്മയായിട്ട് നിങ്ങൾ കൂട്ടണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ അൾട്രാ വൈഡ് ക്യാമറ കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇടി വീഴുന്ന സാധനമായിരിക്കും അവന്മാർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോ ലൈറ്റിലൊന്നും വലിയ സുഖമൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ രാവിലെ ഒരു 11 to വൈകുന്നേരം 4 മണി വരെയൊക്കെ നിങ്ങൾക്ക് അതിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെടുത്ത് കളഞ്ഞ എന്തായാലും നല്ല. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വന്നിരുന്ന് പറഞ്ഞാൽ ഇടയിൽ അൾട്രാ വൈഡ് ക്യാമറ കൊള്ളില്ല എന്ന് പറയേണ്ടി വന്നേനെ. സെൽഫി ക്യാമറയ്ക്കകത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഫോണാണ്. കാരണം എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമറ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 1080p 60 അത്യാവശ്യം നല്ലതാണ്. ക്യാമറ നല്ലതാണ്. ഫ്രണ്ട് പോർട്രേറ്റ് നല്ലതാണ്. കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബ്ലറും ആക്കാതെ എല്ലാവരെയും കിട്ടുന്ന രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് ക്യാമറ നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ക സാധനമാണ്. ബാക്ക് ക്യാമറ 1x 1080p 60 കൊള്ളാം. നിങ്ങൾ തിരിച്ചു വെച്ച് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ വ്ളോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോഗ്രാഫി. പിന്നെ ലോ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാത്രി സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ വെട്ടത്ത് നിന്ന് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. എന്നാലും അത്ര പെർഫെക്റ്റ് എന്ന് പറയാനില്ല. ഫോട്ടോഗ്രാഫിയും പോർട്രേറ്റും എല്ലാം നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും രാത്രിയും കൊള്ളാം. വീഡിയോഗ്രാഫി അത്ര വലിയ രാത്രിയിൽ വലിയ സുഖവും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബഡ്ജറ്റ് ആണെന്നുള്ളതും കൂടെ ഓർക്കണം. ഇതിലും കൂടിയ വിലയുള്ള ഫോണുകളുടെ ക്യാമറ പോലും ഇത്ര ലോ ലൈറ്റിൽ പ്രവർത്തിക്കുന്നില്ല. പിന്നെ ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൽ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. പക്ഷേ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അവർ ഒരു ചന്ദ്രൻ്റെ പടം കാണിച്ചിട്ട് ഫോട്ടോ പ്രോസസ്സാക്കി തരണുണ്ട്. അതിലൊക്കെ നല്ലൊരു കാര്യം തന്നെയുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലോ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലോ വല്ല ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഓഫ് ദിസ് പ്ലാസ്റ്റിക് ബാക്ക് കവർ. എനിക്ക് പ്ലാസ്റ്റിക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്ലാസ്റ്റിക്കും ഗ്ലാസ്റ്റിക്കും എനിക്ക് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്ലാസിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. കാരണം നമ്മൾ റെഫ്യൂസിനൊക്കെ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് അത് തറ വീണ് പൊട്ടിയാൽ അത്രയും പൈസയാവും. ഇതൊക്കെയാണെങ്കിൽ ഒരു 1200 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ സാധനം കിട്ടും ഓഫറിൽ. MRP 1900 നമുക്ക് തന്നെ ഊരിയിട്ടൊക്കെ ഇടാൻ പറ്റും. അതൊക്കെ നല്ലൊരു കാര്യം തന്നെയുണ്ട്. ഇൻ കേസ് നമ്മൾ വേറെ ഫോണുകൾ ഊരാൻ പറ്റാത്ത ഫോണുകളാണെങ്കിലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് ഞാൻ അതിൽ ഓക്കെയാണ്. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഇത് പ്ലാസ്റ്റിക്കാണ് ഗ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞുകൊണ്ട്. ഗ്ലാസ് ആണെങ്കിലും ഞാൻ പറയില്ല ഈ ഗ്ലാസ് എനിക്ക് ഗ്ലാസ് ഇട്ടിക്കണ്ട എന്ന് പറയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ക്യാമറയും ബാക്കി ഇൻ ഹാൻഡ് ഫീലും യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ. ഫോൺ നൈസാണ്ട്. ഫ്രണ്ട് ക്യാമറ ആഗ്രഹമുള്ളവർക്ക് ഈ ഫോൺ യൂസ് ചെയ്യാം. നല്ല സെൽഫീസ് കിട്ടും. പിന്നെ ഇതിൻ്റെ വിവിഡ് മറ്റേ പാമ എന്ന് പറഞ്ഞ ഫിൽറ്ററൊക്കെ ഉണ്ട്. അതൊന്നും ഇട്ട് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണ്ട. നോർമലായിട്ടുള്ള ഫോട്ടോ തന്നെ എടുത്താൽ മതി. അത്യാവശ്യം നല്ല സാധനമുണ്ട്. ചാർജൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടും ചാർജൊന്നും വലുതായിട്ട് പോകണില്ല. ഗെയിമിങ്ങിലാണെങ്കിലും ചാർജും കാര്യങ്ങളൊന്നും പോകണില്ല. സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിവൈസ് ഗൈസ്. കൊള്ളാം. വെയിറ്റ് കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. 1x അൾട്രാ വൈഡ് നല്ലൊരു ക്യാമറ കൊടുക്കാം എന്നൊരു സജഷനുണ്ട്. ബട്ട് കോസ്റ്റ് കട്ടിങ് നമ്മൾ നോക്കണം. അതൊക്കെ കൊണ്ട് ഈ സാധനം നൈസാണ്. കൊടുക്കണ പൈസയ്ക്ക് ഇതെന്തായാലും മുതലാണ്. നിങ്ങൾക്ക് ഒരു പ്യൂർ ആൻഡ്രോയിഡ് വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം മാന്യമായിട്ടുള്ള ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ഇറ്റ്. ഓക്കെ ഗൈസ്, വേറെ ഏതെങ്കിലും ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോടെ. വേറെ എന്തെങ്കിലും പറഞ്ഞാലും ചെയ്യൂല. ശരി.